എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം മിക്കയിടത്തും മഴ തുടങ്ങിക്കഴിഞ്ഞില്ലേ? മഴ തുടങ്ങുമ്പോൾ തന്നെ മഴക്കാല രോഗങ്ങൾ ചെടിയെ ബാധിക്കാറുണ്ട്. വേനൽക്കാലത്ത് വേറെ പല പ്രശ്നങ്ങളുമാണല്ലോ. മഴക്കാലത്ത് ഇല മഞ്ഞളിപ്പ്, ഇല മുരടിപ്പ്, ഫംഗൽ ഡിസീസ്, അതുപോലെ തന്നെ ത്രിപ്പിൻ്റെയും പ്രാണികളുടെയും ശല്യമൊക്കെ ബാധിക്കാറുണ്ടല്ലേ. അപ്പം നമ്മുടെ റോസാച്ചെടി നല്ല ഹെൽത്തി ആയിട്ടും മഴയത്തും നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ടും മുരടിപ്പും ഇല മഞ്ഞളിപ്പും ഒന്നും ഇല്ലാതെ ചെയ്യാനായിട്ടും ആദ്യം ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് പ്രൂണിങ് അത്യാവശ്യമാണ്. മഴയ്ക്ക് മുമ്പേ നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്ത് നിർത്തേണ്ട അത്യാവശ്യമാണ്. അതിൽ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ലവണ്ണം പ്രൂൺ ചെയ്ത് നിർത്തുക. അപ്പം റോസാച്ചെടിയിലെ പൂക്കളൊന്നും ഇപ്പം മഴയായതുകൊണ്ട് പെട്ടെന്ന് പൂക്കൾ നശിച്ചു പോകും അല്ലേ. അപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്യുന്ന താത്തി 2 ഇല 3 ഇല താത്തി പ്രൂൺ ചെയ്ത് വിടുക കേട്ടോ. കാരണം ഇത് പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് ഈ മഴക്കാലത്ത് നല്ല രീതിയിലുള്ള പുതിയ തളിർപ്പുകൾ വരാൻ സഹായിക്കുന്നു. പ്രൂണിങ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഈ മഴ സമയത്ത് നമ്മുടെ ഇലകളൊക്കെ, അതായത് റോസാച്ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകുന്ന കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യമാക്കേണ്ട, ഇല മഞ്ഞളിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേനും പുതിയ തളിർപ്പ് വരാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ മഴക്കാല സമയത്ത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളം, ഒരുപാട് മഴ പെയ്തതിനൊക്കെ ശേഷം നമ്മുടെ മഴക്കാലത്ത് വളങ്ങളൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളും മൊട്ടുകളും ഉണ്ടാവാൻ സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു വളം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓരോ വളപ്രയോഗവും ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവവളങ്ങളാണ് കൂടുതൽ നല്ലത്. അതിനിടയ്ക്ക് നമുക്കൊരു രാസവളം കൊടുക്കാം. NPK 19 രാസവളം നമുക്ക് ഇടയ്ക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ലപോലെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. 15 ദിവസം കൂടുമ്പോൾ ഒരു രാസവളം കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജൈവവളം കൊടുക്കാം. പിന്നെ അത് ഇടയ്ക്ക് മാത്രം ഒരു രാസവളം കൊടുത്തു പോയാൽ മതി കേട്ടോ. കൂടുതലും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനാണ് രാസവളം കൊടുക്കുന്നത്. പെട്ടെന്ന് പൂക്കളുണ്ടായാൽ പിന്നെ നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് പതിയെ പൂക്കളാക്കി എടുക്കുന്നതാണ് നല്ലത്. അതിനിടയ്ക്ക് മാത്രം നമുക്ക് ഒരു രാസവളം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ റോസാച്ചെടിയൊക്കെ നിൽക്കുന്ന ചെടിച്ചട്ടി ഒന്ന് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ മണ്ണ്, അല്ലെങ്കിൽ നമ്മൾ ആ മേൽമണ്ണൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ഇത് മണ്ണ്, മണല, ചാണകപ്പൊടി, ശകലം ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുമായം, സാഫ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നമ്മുടെ എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം ഈ ഒരു പോട്ട് മിക്സ്. 1-2 ആഴ്ച നല്ല രീതിയിൽ ഇരുന്നതിന് ശേഷമേ നമുക്ക് ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ ഈ മഴക്കാലത്ത് പൂക്കൾ പെട്ടെന്ന് നമ്മൾ ഒരുപാട് വളം കൊടുത്ത് തന്നെ മഴയത്തൊക്കെ ഒഴിച്ചു പോകാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലൊരു വളം തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ മഴക്കാലത്ത് പുതിയ തളിർപ്പുകളും പുതിയ പൂമുട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ച് എല്ലുപൊടിയുടെ അവസാനം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇതുപോലെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കുമായവും സാഫും എല്ലാം കൂടെ കൂട്ടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 ആഴ്ച വെക്കണമെന്നുള്ള കാര്യം മിക്ക വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന വെക്കുന്നു, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം കുറച്ച് മണലൂടെ ചേർത്താൽ നന്നായിരിക്കുമേ. കുറച്ച് മണൽ മതി. ഒരുപാട് മണലിട്ട് വേണം, ഒരുപാട് വെള്ളം വാർന്നു പോകും. മഴക്കാലത്ത് കുറച്ച് മണൽ നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വേനൽക്കാലത്ത് നമുക്ക് മണൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ കുറച്ച് മണ്ണ് നിളക്കി കൊടുത്തിട്ട് മേൽമണ്ണ് കുറച്ച് മേലോട്ട് കുറച്ച് മണ്ണൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തിക്കി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഒരു ചെടിച്ചട്ടിയുടെ 3/4 ഭാഗം വരെ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മറ്റേ മണ്ണൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് ധാരാളമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പോട്ടി മിക്സ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വളക്കൂറുള്ള മണ്ണൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ചെടിച്ചട്ടിയിൽ മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ നിങ്ങൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ വളമൊന്നും ചെയ്യാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ മേൽമണ്ണ് മാറ്റിക്കളഞ്ഞിട്ട്, അല്ലെങ്കിൽ മേൽമണ്ണ് എടുത്തിട്ട് അതിൻ്റെ ഈ ചെടിച്ചട്ടിക്കകത്തുള്ള മേൽമണ്ണ് എടുത്തിട്ട് മറ്റേ വളക്കൂറുള്ള മണ്ണിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ പോട്ടി മിക്സ് തയ്യാറാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്ത് കൊടുക്കണം. അതായത് എപ്സം സോൾട്ട് എല്ലാവർക്കും അറിയാം. 1 ടീസ്പൂൺ എപ്സം സോൾട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ എപ്സം സോൾട്ട് നമ്മുടെ ചെടികളിലെ ഇലകൾക്ക് പച്ച നിറം നൽകാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. നല്ല വളർച്ചയ്ക്ക് പെട്ടെന്ന് സഹായകമാകുന്ന ഒന്നാണ് എപ്സം സോൾട്ട്. അപ്പോൾ ഇത് നമുക്ക് 6 മാസത്തിലൊരിക്കൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 1 ടീസ്പൂൺ എടുത്ത് നമ്മുടെ ആ ഒരു മണ്ണിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും നല്ല പുതിയ തളിർപ്പുകളും ആ തളിർപ്പുകൾ നല്ല പച്ചപ്പുള്ളിയുള്ള തളിർപ്പുകളും ഒക്കെ വരാനായിട്ട്, ഇലകളൊക്കെ വരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എപ്സം സോൾട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകൾക്ക് നല്ല പച്ച നിറം കിട്ടും കേട്ടോ.
അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കട്ട കുത്തി പെയ്യുന്ന മഴയൊക്കെ ആണെങ്കിൽ നമ്മുടെ റോസാച്ചെടി ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ്. എന്നാൽ രാവിലത്തെ വെയിൽ കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചെടി നല്ലവണ്ണം പൂക്കൾ തരും. മഴക്കാല രോഗങ്ങളൊന്നും ബാധിക്കാതെ തന്നെ ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇതുപോലെ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി ചെയ്ത് കൊടുത്ത് ഒരാഴ്ചക്കതിന് ശേഷം വേറെ കുറേ ചെടിച്ചെടികൾ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഹ്യൂമിക് ആസിഡാണ്, ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. പൗഡർ രൂപത്തിലുള്ളതും ലിക്വിഡ് രൂപത്തിലുള്ളതുമായ ഹ്യൂമിക് ആസിഡ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. 1/2 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അപ്പോൾ ഇത് കുറച്ചേറെ ഉണ്ട് ചെടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര ചെടികളുണ്ടോ അതിനനുസരിച്ച് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കറുത്ത കളർ വരും. ഇത് ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഫെർട്ടിലൈസറാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഇടയ്ക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മുടെ റോസാ ചെടിയിലൊക്കെ ചുവടിൽ ഒരുപാട് പുല്ലും കാടും ഒക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ടൊന്ന് പറിച്ച് വൃത്തിയാക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാൻ കുറച്ച് നേരത്തെ പോട്ടി മിക്സൊക്കെ ഇടയ്ക്ക് തയ്യാറാക്കി വെച്ച് ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കുറച്ചും കൂടെ എൻ്റെ മേലോട്ട് ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളക്കൂറുള്ള പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ നമുക്ക് എത്രയാണ് മണ്ണ് പോയിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ആദ്യമേ അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം മണ്ണ് നല്ല നനവുള്ള മണ്ണായിരിക്കണം. ഈ കട്ട കുത്തി ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇളക്കി, ഇതിപ്പോൾ മഴ പെയ്തൊക്കെ നല്ല മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇലകളൊക്കെ പൊഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ മഞ്ഞ ഇലകളായിട്ട് പൊഴിഞ്ഞു പോയി മഴ പെയ്തപ്പം. അപ്പോൾ അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഇപ്പോൾ ശകരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മറ്റേ ചെടിയിൽ നിന്ന് തന്നെ ചെറിയ തളർപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്നെല്ലാം പുതിയ തളർപ്പുകൾ വരാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു വളമൊക്കെ തയ്യാറാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡ് ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിലെ പുതിയ തളർപ്പുകളും പൂക്കളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു വളം കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്നൊന്നും വളം കൊടുക്കണ്ട. ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ചെറിയ ചെടിച്ചട്ടിക്കാണെങ്കിൽ 1 കപ്പും വലിയ ചെടിച്ചട്ടിക്കാണെങ്കിൽ 2 കപ്പ് വീതം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിപ്പം ആ ഒരു മണ്ണ് നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. അതേ രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്കത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നല്ലവണ്ണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. മണ്ണ് നല്ലതായിട്ട് നനയണം. പിന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കും. മഴയല്ലേ, പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി 2 ദിവസം കഴിഞ്ഞിട്ട്. വെയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ എല്ലാ ദിവസവും ഒഴിക്കണം. വെയിലില്ല മഴയാണെന്നുണ്ടെങ്കിൽ മഴയുടെ നോക്കി കൊടുക്കുക. നല്ല രീതിയിൽ പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കും.